ഇരുമലപ്പടിയിൽ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന ഉണങ്ങിയ മരം മുറിച്ചുമാറ്റി. കഴിഞ്ഞ ദിവസത്തെ KCV വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയുണ്ടായത്. രാമല്ലൂരിലെ മറ്റൊരു മരം മുറിച്ചുമാറ്റിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ തെറ്റായ റിപ്പോർട്ടാണ് മരങ്ങൾ മുറിക്കുന്നതിൽ തടസ്സമായതെന്ന് ആന്റണി ജോൺ MLA വ്യക്തമാക്കി. ഇരുമലപ്പടിയിലെ ഉണങ്ങിയ മരം ജനങ്ങളുടെ തലയിൽ വീഴുന്നതിനു മുമ്പേ വെട്ടിമാറ്റപ്പെട്ടു. KCV വാർത്തയാണ് ഇതിന് വഴിയൊരുക്കിയത്. മരം ഉയർത്തുന്ന അപകടക്കെണിക്കെതിരെയുള്ള പരാതികളിൽ അധികാരികൾ കണ്ണടച്ചപ്പോഴാണ് നാട്ടുകാർ KCVയെ സമീപിച്ചത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ ആന്റണി ജോൺ MLA ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടു. ഇതോടെയാണ് വെള്ളിയാഴ്ച മരം മുറിക്കുവാൻ നടപടിയുണ്ടായത്. കോതമംഗലം പെരുമ്പാവൂർ റോഡിൽ ഒരു പ്രയോജനവുമില്ലാത്ത മരത്തിന്റെ കാര്യത്തിൽ പോലും അധികാരികൾ നിസ്സംഗത പുലർത്തിയത് നാട്ടുകാരുടെ രോഷത്തിന് കാരണമായിരുന്നു. കോതമംഗലം ചേലാട് റോഡിൽ രാമല്ലൂരിൽ നിന്നിരുന്ന വൻമരത്തിലും വെള്ളിയാഴ്ച കത്തിവീണു. ബസ് സ്റ്റോപ്പിനും KSEBയുടെ ട്രാൻസ്ഫോർമറിനും സമീപം പടർന്നു പന്തലിച്ചു നിന്നിരുന്ന മരം വെട്ടിമാറ്റണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. എന്നാൽ സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥർ മരം വെട്ടിമാറ്റുന്നതിന് എതിരെയാണ് റിപ്പോർട്ട് നൽകിയത്. തുടർന്ന് RDOയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ നടപടിക്ക് തയ്യാറായതെന്ന് MLA പറഞ്ഞു. മഴക്കാലം ആരംഭിച്ച സാഹചര്യത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന തണൽ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും MLA അറിയിച്ചു. ഇത് വലിയ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ഒരു വൃക്ഷമാണ്. ഇതിന് തൊട്ടപ്പുറത്താണ് ട്രാൻസ്ഫോമറുണ്ട്, വെയിറ്റിംഗ് ഷെഡുണ്ട്. അങ്ങനെ നിരവധിയായ സ്കൂൾ കുട്ടികളടക്കം ഇവിടെ വന്ന് യാത്രയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഈ മരവും അതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇരുമലപ്പടിയിൽ ആലുവ മൂന്നാർ റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന വലിയ മരവും അടിയന്തരമായി വെട്ടിമാറ്റണമെന്ന് RDOയ്ക്ക് നിർദ്ദേശം നൽകുകയും അതിനെ തുടർന്നാണ് ഇന്ന് ഈ രണ്ട് മരങ്ങളും ഇന്ന് വെട്ടിമാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ KCV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി അടിയന്തരമായി ഇത് വെട്ടിമാറ്റാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. KCV ന്യൂസ്, കോതമംഗലം.